അയോധ്യ കേസ് പുതിയതായി രൂപീകരിച്ച അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള 16 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയങ്ങളും അന്തിമവാദത്തിന്റെ തീയതിയും ഇന്ന് നിശ്ചയിച്ചേക്കും. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ജസ്റ്റിസുമാരായ എസ്.എ. ബോബ്ഡെ, എൻ.വി. രമണ, യു ലളിത്, ഡി.വൈ. ചന്ദ്രചൂഡ് എന്നിവരാണുള്ളത്. അയോധ്യ ഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാര, രാംലല്ല വിരാജുമാൻ തുടങ്ങിയ കക്ഷികൾക്ക് വിഭജിച്ചു കൊടുത്ത അലഹബാദ് ഹൈക്കോടതിയുടെ 2010 ഉത്തരവിനെതിരായി 16 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അയോധ്യയിലെ 2.77 ഏക്കർ തർക്കഭൂമിയാണ് മൂന്നായി വിഭജിച്ചു നൽകിയത്. മൂന്നംഗ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, എസ്. അബ്ദുൽ നസീർ എന്നിവരെ ഒഴിവാക്കിയാണ് ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വിരമിക്കുകയും ചെയ്തു. പള്ളി ഇസ്ലാമിക വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന ഇസ്മായിൽ ഫാറൂഖി കേസിലെ വിധിയുടെ ഭരണഘടനാ സാധുത കൂടി പരിശോധിച്ച് വേണം ബാബരി കേസിൽ വിധി പറയാനെന്ന് നേരത്തെ സുന്നി വഖഫ് ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് കേസ് പരിഗണിച്ചിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആവശ്യം തള്ളി. രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏതു തീരുമാനവും നിർണായകമാണ്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഓർഡിനൻസിൽ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്തിമവാദം തുടങ്ങുന്ന തീയതി ഇന്ന് തീരുമാനിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിവേഗം വാദം കേട്ട് വിധി പറയണമെന്ന് കേന്ദ്രമന്ത്രിമാരും BJPയും ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നിലപാടെടുത്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ കത്തോലിക്ക സഭയുടെ രൂക്ഷ വിമർശനം. സഭയുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിലെ മുഖപ്രസംഗത്തിലാണ് സിസ്റ്റർ ലൂസിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ സിസ്റ്റർ സഭയെയും സഭാ നേതൃത്വത്തെയും അവഹേളിച്ചുവെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. സഭയ്ക്കെതിരെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ സിസ്റ്റർ ലൂസി പ്രചരിപ്പിക്കുന്നുവെന്നും പേരെടുത്തു പറയാതെ മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. മാനന്തവാടി രൂപത PRO നോബിൾ പാറക്കലാണ് സഭാ ഉടമസ്ഥതയിലുള്ള പത്രമായ ദീപികയിൽ സിസ്റ്റർ ലൂസിയെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ കന്യാസ്ത്രീ സന്യാസത്തെ അപഹാസ്യമാക്കുമ്പോൾ യഥാർത്ഥ സത്യം പുറത്തറിയണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം തുടങ്ങുന്നത്. സഭാധികാരികളുടെ സമ്മതമില്ലാതെയാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ കന്യാസ്ത്രീ പങ്കെടുക്കുകയും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. സന്യാസ വസ്ത്രം മാറ്റി ചുരിദാർ ധരിച്ച് വികലമായ ആക്ഷേപം ഉന്നയിച്ച് സ്വന്തം ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. അനുവാദമില്ലാതെ കവിതകൾ പ്രസിദ്ധീകരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും വാഹനം വാങ്ങിയതും മേലധികാരികളുടെ അനുമതിയില്ലാതെയാണ്. 2017 മുതൽ ശമ്പളം സന്യാസ സഭയെ ഏൽപ്പിച്ചില്ല. ഇത്തരത്തിൽ നിരന്തരം അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്നാണ് കന്യാസ്ത്രീയോട് വിശദീകരണം ചോദിച്ചതെന്നും സത്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സിസ്റ്റർ ലൂസിയോട് സന്യാസ സഭ ആവശ്യപ്പെട്ടെങ്കിലും സിസ്റ്റർ ലൂസി അതിന് തയ്യാറായിട്ടില്ല. താൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും പല പുരോഹിതരുടെയും തെറ്റുമറയ്ക്കാനാണ് തന്നെ വിമർശിക്കുന്നതെന്നുമാണ് സിസ്റ്റർ ലൂസിയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി സംസ്ഥാനത്ത് ദുരന്ത നിവാരണ സെസ്, വിദേശ വായ്പാ പരിധി ഉയർത്തൽ എന്നീ കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങളെടുക്കുന്ന GST കൗൺസിൽ യോഗം ഇന്ന് നടക്കും. 50 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തിലും കൗൺസിൽ ഇന്ന് തീരുമാനമെടുക്കും. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി GSTയിൽ നിന്ന് പ്രത്യേക ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ഇന്ന് GST കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കും. 1% വരെ സെസ് 2 വർഷ കാലാവധിയിൽ ഏർപ്പെടുത്താൻ ഉപസമിതി GST കൗൺസിലിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാവുന്ന തരത്തിലുള്ള നികുതി സമ്പ്രദായം കൊണ്ടുവരാനായിരുന്നു GST കൗൺസിലിന്റെ ആലോചന. അത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കേരളത്തിന് മാത്രം സെസ് പിരിക്കാൻ അനുമതി നൽകാമെന്ന തീരുമാനത്തിൽ ഉപസമിതി എത്തിയത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന കൗൺസിലിന്റെ ഉപസമിതിയാണ് ഈ നിർദ്ദേശം തയ്യാറാക്കിയത്. കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സെസ് ചുമത്തണമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വിദേശ വായ്പാ പരിധി എത്രയെന്ന് നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന ആവശ്യവും GST കൗൺസിൽ ചർച്ച ചെയ്യും. ധന ഉത്തരവാദിത്വ ബില്ലിന് പുറമെയുള്ള വായ്പ ആയതിനാൽ ഇതിനു കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. GST കൗൺസിൽ അനുകൂല തീരുമാനമുണ്ടായാൽ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകും. നിലവിൽ 20 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ളവരെയാണ് GSTയുടെ പരിധി നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ പരിധി 50 ലക്ഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശവും കൗൺസിൽ ചർച്ച ചെയ്യും. 1.5 കോടി രൂപ വരെ വിറ്റുവരവുള്ളവർ നികുതി റിട്ടേൺ വർഷത്തെ ഒരിക്കലാക്കണമെന്ന ശുപാർശയിലും തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുകിട സേവനദാതാക്കളുടെ GST 18-ൽ നിന്ന് 10-ൽ താഴെയാക്കി ചുരുക്കുക തുടങ്ങിയ ഉപസമിതി തീരുമാനങ്ങളും കൗൺസിൽ ചർച്ച ചെയ്യും. അതേസമയം സംസ്ഥാന സർക്കാർ ലോട്ടറിയുടെ നികുതി 12-ൽ നിന്ന് 28 ഉയർത്തണമെന്ന നിർദ്ദേശം ഇന്നത്തെ കൗൺസിലിലും ഉയർന്നു വന്നേക്കാം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ
ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനായുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായി. 7-നെതിരെ 165 വോട്ടുകൾക്കാണ് ബില്ല് പാസായത്. ബിൽ കൂടുതൽ ചർച്ചയ്ക്കായി സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം വോട്ടിനിട്ട് തള്ളി. 3 ദിവസത്തിനുള്ളിലാണ് സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്തത്. ബിൽ നിയമമാകാൻ സാങ്കേതിക നടപടികൾ മാത്രമാണ് ഇനി ബാക്കി. തിങ്കളാഴ്ച മന്ത്രിസഭാ യോഗം 10% സാമ്പത്തിക സംവരണം കൊണ്ടുവരാൻ തീരുമാനിച്ചതിന് പിന്നാലെ നാടകീയമായാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്തത്. 7-നെതിരെ 165 വോട്ടുകൾക്കായിരുന്നു 124-ാം ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായത്. മുസ്ലിം ലീഗ്, ആം ആദ്മി പാർട്ടി, DMK എന്നിവരൊഴികെ എല്ലാ പാർട്ടികളും ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്തു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം വോട്ടിനിട്ടെങ്കിലും പരാജയപ്പെട്ടു. ഇടതു പാർട്ടികളുടെ പിന്തുണയോടെ കനിമൊഴി MP ആയിരുന്നു പ്രമേയം കൊണ്ടുവന്നത്. സ്വകാര്യ മേഖലയിലും സംവരണം വേണമെന്നുൾപ്പെടെ 3 ഭേദഗതികൾ CPIM നിർദ്ദേശിച്ചു. സഭയിൽ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയാണ് ബിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാരിനെ സഹായിച്ചത്. ലോക്സഭ കഴിഞ്ഞ ദിവസം മൃഗീയ ഭൂരിപക്ഷത്തിൽ ബിൽ പാസാക്കിയിരുന്നു. ബില്ല് പാസാക്കാനായി കേന്ദ്ര സർക്കാർ ഒരു ദിവസത്തേക്ക് രാജ്യസഭ നീട്ടിയിരുന്നു. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജന സമവാക്യങ്ങളെ ബാധിക്കാത്തതിനാൽ ബില്ലിന് സംസ്ഥാനങ്ങളുടെ പിന്തുണ വേണ്ട. അതിനാൽ ബില്ല് നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതി. ബില്ല് പാസായെങ്കിലും ബില്ലിന്റെ നിയമപരമായ നിലനിൽപ്പ്, സംവരണ മാനദണ്ഡങ്ങളിലെ പ്രശ്നങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബില്ല് സൃഷ്ടിക്കുന്ന പ്രതിഫലനം, ഇങ്ങനെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 30% മുന്നോക്ക വോട്ടുകളിൽ കണ്ണുവച്ചുള്ളതാണ് കേന്ദ്രത്തിന്റെ നീക്കം. സംവരണ മാനദണ്ഡങ്ങൾ, നിയമപ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിലെ ആശങ്കകൾ പരിഹരിക്കാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ തത്വത്തിൽ അനുകൂലിക്കുന്നുവെങ്കിലും എതിർപ്പുന്നയിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് നേട്ടം കേന്ദ്രം ലക്ഷ്യമിടുന്നതുകൊണ്ടാണ്. തിങ്കളാഴ്ച കേന്ദ്രമന്ത്രിസഭാ യോഗം സാമ്പത്തിക സംവരണം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ചൊവ്വ, ബുധൻ തീയതികളിൽ ഇതിനായി ഭരണഘടനാ ഭേദഗതി ബിൽ ധൃതി പിടിച്ച് പാർലമെന്റിൽ പാസാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടം മാത്രമാണ് കേന്ദ്രത്തിന്റെ ധൃതി പിടിച്ച ഈ നീക്കത്തിന് പിന്നിൽ. സംവരണത്തിനായി നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തമാണ്. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർ സംവരണത്തിനായി പരിഗണിക്കപ്പെടുമെന്ന് കേന്ദ്രം പറയുന്നു. നബാർഡ് 2016-17 വർഷം നടത്തിയ സർവേ പ്രകാരമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ മാനദണ്ഡ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ ജനസംഖ്യയിലെ 99% പേരും സംവരണത്തിനർഹരാണ്. 2015-16 കാർഷിക സെൻസസ് പ്രകാരം കേന്ദ്ര സർക്കാർ സംവരണത്തിനായി അനുവദിച്ച കൃഷിഭൂമിയുടെ പരിധിക്ക് താഴെയാണ് ജനസംഖ്യയിലെ 86% ജനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി. അടുത്ത മാനദണ്ഡമായി കേന്ദ്രം നിശ്ചയിച്ചത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വീടുള്ളവർക്ക് സംവരണം ലഭിക്കുമെന്നാണ്. 2011-12 സാമ്പിൾ സർവേ പ്രകാരം 20% ജനങ്ങൾക്കും വീട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ്. ഈ 3 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിലെ അശാസ്ത്രീയതയിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാർ സംവരണം കൊണ്ടുവരാൻ ഗൃഹപാഠം ചെയ്തില്ല എന്ന് വ്യക്തമാണ്. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാണ് സംവരണം കൊണ്ടുവരുന്നതെന്ന വാദവും പൊള്ളയാണ്. പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി വന്നിരിക്കുന്നത്. 2018 മാത്രം 1 കോടി ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടമായെന്ന കണക്കിൽ നിന്ന് തന്നെ ബില്ലിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാകുന്നു. ഇതൊന്നും കൂടാതെ സംവരണം 50% നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് നിയമപരമായ പ്രത്യാഘാതങ്ങളെയും ഭയക്കാതെ കേന്ദ്രം ബിൽ കൊണ്ടുവന്നത്. ഈ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകൾ ഉണ്ടായിട്ടും കേന്ദ്രം എന്തുകൊണ്ട് ബില്ലുമായി മുന്നോട്ടു പോയി എന്നതിന് ഉത്തരം ഒന്നു മാത്രം: ജനസംഖ്യയിലെ 30% വരുന്ന മുന്നാക്ക വോട്ടുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. താൽക്കാലിക ജീവനക്കാരനായിരിക്കെയുള്ള സേവന കാലാവധിയും പെൻഷനും പരിഗണിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ KSRTC സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മാസം 110 കോടി രൂപയുടെ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഹൈക്കോടതി വിധി നടപ്പിലാക്കിയാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും വ്യക്തമാക്കി KSRTC ഇന്നലെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. 428 കോടിയുടെ അധിക ബാധ്യതയുണ്ടാകും എന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നഷ്ടത്തിലാണെങ്കിൽ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് KSRTC സത്യവാങ്മൂലം സമർപ്പിച്ചത്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 3 പേരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ട് CBI നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. ലാവ്ലിൻ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 3 KSEB മുൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. അടിയന്തരമായി വാദം കേൾക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ മുൻ ഊർജ്ജ സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെയാണ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. കൂട്ടുപ്രതികളും KSEB മുൻ ഉദ്യോഗസ്ഥരുമായ R ശിവദാസ്, കസ്തൂരി രംഗ അയ്യർ, KG രാജശേഖരൻ എന്നിവരാണ് കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്.
ബുലന്ദ്ഷഹറിൽ ഇൻസ്പെക്ടർ സുബോധ് കുമാർ കൊലപാതക കേസിലെ ഒരു പ്രധാന പ്രതി കൂടി പിടിയിൽ. യുവമോർച്ച നേതാവായ ശിഖർ അഗർവാളാണ് ഉത്തർപ്രദേശിലെ ഹപൂരിൽ നിന്ന് പിടിയിലായത്. ജഹാംഗീറാബാദ് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇയാൾ പിടിയിലായത്. ശിഖർ അഗർവാളിന്റെ അറസ്റ്റോടെ കലാപത്തിലെയും തുടർന്നുണ്ടായ കൊലപാതകങ്ങളിലെയും പ്രധാന പ്രതികളെല്ലാം അറസ്റ്റിലായെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ബുലന്ദ്ഷഹറിലെ കലാപത്തിന്റെ പേരിൽ 34 പേരാണ് ആകെ അറസ്റ്റിലായത്. CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല സമിതി യോഗം ഇന്ന് വൈകുന്നേരം വീണ്ടും ചേരും. കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. അഴിമതി ആരോപണത്തിൽ അലോക് വർമ്മയ്ക്ക് മറുപടി നൽകാൻ കൂടുതൽ സമയം നൽകണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഡയറക്ടറായി വീണ്ടും ചുമതലയേറ്റ അലോക് വർമ്മ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ളവ റദ്ദാക്കി. CBI ഡയറക്ടർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായി ജസ്റ്റിസ് AK സിക്രി എന്നിവരാണ് പങ്കെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം തീരുമാനമാവാതെ പിരിയുകയായിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉന്നതതല സമിതി യോഗത്തിൽ അവതരിപ്പിക്കുകയും റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CVC റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട മല്ലികാർജ്ജുൻ ഖാർഗെ റിപ്പോർട്ട് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അഴിമതി ആരോപണത്തിൽ മറുപടി നൽകാൻ അലോക് വർമ്മയ്ക്ക് അവസരം നൽകേണ്ടതുണ്ടെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രത്യേക തീരുമാനങ്ങൾ ഒന്നുമെടുക്കാതെ പിരിഞ്ഞ സമിതി ഇന്ന് വീണ്ടും യോഗം ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞ കോടതി 7 ദിവസത്തിനുള്ളിൽ യോഗം ചേരണമെന്നാണ് ഉത്തരവിട്ടിരുന്നത്. അതേസമയം വെള്ളിയാഴ്ചയാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സൗകര്യമെന്ന് ഖാർഗെ യോഗത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അലോക് വർമ്മയ്ക്ക് നഷ്ടപ്പെട്ട 77 ദിവസങ്ങൾ തിരിച്ചു നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് സഭാ നേതാവിന്റെ നീക്കം. അതേസമയം ഡയറക്ടറുടെ ചുമതലയിൽ തിരികെ പ്രവേശിച്ച അലോക് വർമ്മ താൽക്കാലിക ഡയറക്ടറായിരുന്ന നാഗേശ്വർ റാവു ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ റദ്ദാക്കി. സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് ശാസ്ത്രിയായ കേസ് അന്വേഷിച്ച AK ബസിയെ ആന്തമാനിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് രജനികാന്തിന്റെ പുതിയ സിനിമ പേട്ട തിയേറ്ററുകളിലെത്തി. മാസ് ഗെറ്റപ്പിൽ എത്തിയ തലൈവരെ കാണാൻ പ്രേക്ഷകരുടെ വലിയ കൂട്ടമാണ് തിയേറ്ററുകളിൽ. 90കളിലെ രജനിയെ തങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. പടം കണ്ടിറങ്ങിയ തിരുവനന്തപുരത്തെ രജനി ആരാധകർക്ക് പറയാൻ ഒന്നു മാത്രം: തലൈവർ തിരുമ്പി വந்தாச்சு. எவனுக்காவது பொண்டாட்டி குழந்தை குட்டின்னு சென்டிமெண்ட் கிண்டிமெண்ட் இருந்தா அப்படியே ஓடி போயிடு. கொலை காட்ல இருக்க அவனை கொல்லாம விட மாட்டேன். മരണമാസ് ഡയലോഗുകൾ, പ്രായത്തെ തോൽപ്പിക്കുന്ന മെയ്വഴക്കം. രജനിയുടെ സിനിമകളിലെ പതിവ് മസാലക്കൂട്ടുകളെല്ലാമുള്ള പേട്ടയ്ക്ക് നല്ല റിവ്യൂ ആണ് പ്രേക്ഷകർ നൽകുന്നത്. സൂപ്പർ മാസ് പടം, ഗുഡ് കംബാക്ക്. 69 വയസ്സാണല്ലോ രജനികാന്ത് தான். ഫുൾ രജനി ഫിലിം ഭാഷ ആ ടൈപ്പിലൊരു പക്ക ഫിലിം. നല്ല സന്തോഷം, ഉറക്കയില്ല സന്തോഷം. He's back after 10 years. പേട്ട പരാഗ് സ്റ്റൈലാ ഇരിക്കാനാ. വിജയ് സേതുപതി വില്ലൻ വേഷത്തിലെത്തുന്ന പേട്ട സംവിധാനം ചെയ്തിരിക്കുന്നത് കാർത്തിക് സുബരാജാണ്. തൃഷ, സിമ്രാൻ, നവാസുദ്ദീൻ സിദ്ദിഖി എന്നീ പ്രഗത്ഭ താരനിരയോടൊപ്പം മലയാളത്തിന്റെ സ്വന്തം മണികണ്ഠനും വേഷമിടുന്നു. സത്യമാ சொல்றேன், അടിച്ച് 100 പേരോട് ഓഴ വിട്ടുടുവേൻ. മാനം പോലെ തിരിപ്പി വരാതെ പാത്തുക്കോ. ഏരീസ് പ്ലസിൽ രാവിലെ 4 മണിക്ക് ആരംഭിച്ച ഷോ കാണാൻ സ്ത്രീകളടക്കമുള്ളവർ എത്തിയിരുന്നു. കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാതെ കടന്നുപോയ സിനിമാനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച പുതിയ രജനിയുടെ തിരിച്ചുവരവെന്നാണ് പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. സിറപ്പാന തരமான സംഭവങ്ങളെ ഇനിമേതാ പാക്ക പോறேன். ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. ലോക കേരള സഭയുടെ ഒരു മിഡിൽ ഈസ്റ്റ് അംഗങ്ങളുടെ ഒരു മേഖലാ സമ്മേളനം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് UAE-യിലായിരിക്കും. ഫൈനലൈസ് ചെയ്തില്ല. അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാൻ പോകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിന് ഇടവേളയിൽ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയി. ഒരു സെക്രട്ടേറിയറ്റ് പ്രത്യേകമായി രൂപീകരിച്ചു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളുടെ
പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയുള്ളൊരു സഭ രൂപീകരിക്കപ്പെടുന്നതും അതിന് മാത്രമായി ഒരു സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുന്നതും ആ സെക്രട്ടേറിയറ്റ് ഒരുപാട് കാര്യങ്ങളിപ്പോൾ തീരുമാനങ്ങളായിട്ട് നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിൻ്റെ തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നതുമാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഒരു മേഖലാ സമ്മേളനം ചെയ്തത്. അന്തിമമായ തീരുമാനമായിട്ടില്ല. അത് നമുക്ക് വേറെ വാർത്തയിൽ ഇത് ഭരണഘടനാ സാക്ഷരത വരട്ടെ. ഭരണഘടന ചോദ്യങ്ങളിലേക്ക് അവസാനിക്കുക. ഭരണഘടനയിൽ കടമകൾ മാത്രമല്ല കർത്തവ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതെ, അവകാശങ്ങൾ മാത്രമല്ല കർത്തവ്യങ്ങളുമുണ്ട്. ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെ കുറവ് ഉള്ളതായിട്ട് പലപ്പോഴും തോന്നുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭരണഘടന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ സമകാലിക കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ള സംശയം. പുതിയ തലമുറയും പൊതുസമൂഹവും ഭരണഘടനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. അതിൻ്റെ സഹജമായ കർത്തവ്യങ്ങൾ, സഹജമായ മൂല്യം, അതൊക്കെ തന്നെ വളരെ സെൽഫ് സ്പീക്കിംഗ് ആണ്. സ്വയം സംസാരിക്കുന്ന, സ്വയം നിലപാടുകൾ സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക മൂലധനം തന്നെയാണ് ഭരണഘടന. അല്ല 51A ഒന്ന് പഠിച്ചാൽ 51A. പി ശ്രീരാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പേട്ട സിനിമയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ എത്താം. പാലക്കാടും നല്ല സ്വീകരണമാണ് പേട്ട സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത മലയാളി താരം മണികണ്ഠനാചാരി പാലക്കാട് ആരാധകർക്കൊപ്പം ആദ്യ പ്രദർശനത്തിനെത്തി. എന്നെ സംബന്ധിച്ച് എത്ര സീൻ ചെയ്തെന്നോ എന്റെ കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കപ്പെടുന്നോ അതൊന്നുമല്ല. ഞാൻ രജനികാന്ത് എന്ന് പറയുന്ന അത്ഭുതത്തെ നേരിട്ട് കണ്ടു. നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകർ തിയേറ്റർ വിട്ടത്. അതിഗംഭീരമായ ഫിലിം, അടിപൊളി, സൂപ്പർ സൂപ്പർ ഹിറ്റ്. കുറെ കാലത്തിന് ശേഷം ഒരു അടിപൊളി രജനി പടം. സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറിന്റെ വിജയ് സേതുപതി, ശശികുമാർ, സിമ്രാൻ, തൃഷ തുടങ്ങിയ വലിയ താരനിര ചിത്രത്തിലുണ്ട്. വർഷങ്ങൾക്ക് മുൻപുള്ള രജനീകാന്തിനെ ഓർമ്മിപ്പിക്കുന്ന പേട്ട തിയേറ്ററുകളിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. எவனுக்காவது பொண்டாட்டி குழந்தை குட்டின்னு சென்டிமெண்ட் கிண்டிமெண்ட் இருந்தா அப்படியே ஓடி போயிடு. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. காட்ல இருக்கேன், அவனை கொல்லாம விட மாட்டேன். ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്ത മണികണ്ഠനാചാരി പാലക്കാട് ആരാധകർക്കൊപ്പം ആദ്യ ഷോ കണ്ടു. ചിത്രത്തിന്റെ വിശേഷങ്ങൾ മണികണ്ഠനാചാരി പീപ്പിൾ ടിവിയുമായി പങ്കുവയ്ക്കുന്നു. പേട്ട തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടുമ്പോൾ മലയാളിക്ക് കൂടി അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട മണികണ്ഠനാചാരി ഈ ചിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. മണികണ്ഠനാചാരി ഇപ്പോൾ പീപ്പിൾ ടിവിയോടൊപ്പം ചേരുന്നു. ഈ ചിത്രത്തെ കുറിച്ചുള്ള അഭിപ്രായം? വളരെയധികം സന്തോഷത്തിലാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ മാസും ഉണ്ട്, പ്രതീക്ഷിക്കാത്ത ക്ലാസ്സുമാണ്. അതായത് എന്താ പറയാ, രജനി സാറിന്റെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള എല്ലാ മാസുകളും, സിഗരറ്റ് എറിയുന്നത് അല്ലെങ്കിൽ പഞ്ച് ഡയലോഗുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകനിൽ നിന്നും നമ്മൾ അങ്ങനെ ഒരു മാസ് മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വലിയൊരു നിരത്തി ഒരു പടം ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ആക്ടേഴ്സിന് ആക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന പോലെ നവാസും സിദ്ദിഖും വിജയ് സേതുപതിക്കും എല്ലാവർക്കും അതിൽ വന്നിട്ടുള്ള എല്ലാ താരങ്ങൾക്കും അവരുടേതായ ഒരു ഈ വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഇതിനകത്തൊരു വലിയ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരുപാട് സീനോ വന്നു എന്നുള്ളതല്ല. ഉള്ളത് എന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എന്നെ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എത്ര സീൻ ചെയ്തെന്നോ എന്റെ കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കപ്പെടുന്നോ അതൊന്നുമല്ല. ഞാൻ രജനികാന്ത് എന്ന് പറയുന്ന അത്ഭുതത്തെ നേരിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഇവരെന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഏതൊരു ഇപ്പോ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏതൊരു താരങ്ങളും ഒരുപക്ഷെ രജനീകാന്തിനെ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഒരു അവസരം സ്വപ്നം പോലെയാണ് കാണുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമായ സമയത്ത് എന്താണ് തോന്നിയത്?
എന്താ പറയുക, എൻ്റെ കമ്മട്ടിപ്പാടത്തിൻ്റെ ഫസ്റ്റ് റിലീസ് ഞാൻ എന്നെ പിച്ച് നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ പിന്നെ എനിക്ക് എന്നെ പിച്ച് നോക്കാൻ തോന്നിയിട്ടുള്ള ഒരു ദിവസം ഇന്നാണ്. ഞാനൊരു അത്ഭുതത്തിലെ ഒരു മായയിൽ നിൽക്കുന്നത് ഇന്നാണ്. ഞാൻ രജനി സാറിൻ്റെ ഒപ്പം ഞാൻ കണ്ടപ്പോൾ എൻ്റെ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി. അങ്ങനെ എന്താ പറയുക, എന്നെ വളർത്തിയവരൊക്കെ ഇത് കാണാൻ കഴിയാതെ മരിച്ചു പോയവരൊക്കെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരുപാട് സന്തോഷിച്ചേനെ. കാരണം അത്രയും വലിയൊരു സ്വപ്നമാണിത്. ഏതൊരു നടൻ്റെയും രജനീകാന്ത്, കമലഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു 4 ഭിത്തിയാണ്. ആ ഭിത്തിക്കുള്ളിൽ വളർന്ന ഒരു നടനാണ് ഞാനും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയിൽ 2 മലയാളി സാന്നിധ്യമാണ് ഉള്ളത്. ഒന്ന് മാളവിക മോഹൻ സാറിൻ്റെ മോള്. പിന്നെ ഞാനാവാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷം. ഈ വർഷം തുടക്കം എനിക്കൊരു എന്താ പറയുക, വലിയൊരു എനർജിയാണ് ഈ സിനിമ എനിക്ക് തന്നിട്ടുള്ളത്. പാലക്കാട് തലവരുടെ ഫാൻസെന്നോ ആരാധകരെന്നോ പറഞ്ഞ് അവരെ ചെറുതാക്കാൻ കഴിയില്ല. അതിൻ്റെ അപ്പുറത്താണ് 3 മണിക്ക് ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ ലോകത്ത് ഒരു നടനും ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രജനി ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിനെയും പേട്ട മികച്ച അഭിപ്രായം നേടുന്നതിനെയും സന്തോഷമാണ് മണികണ്ഠൻ ആചാരി PPTV-യുമായി പങ്കുവെക്കുന്നത്. ഒരിടവേള. ഇത്തവണത്തെ അഗസ്ത്യാർകൂട സന്ദർശനത്തിന് യുവതികൾക്കും ഹൈക്കോടതി അനുമതി നൽകിയതോടെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് തലസ്ഥാനത്തെ ഒരു പറ്റം യുവതികൾ. എന്നാൽ തങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ ലംഘിക്കാൻ യുവതികളെ അനുവദിക്കില്ലെന്നാണ് അഗസ്ത്യാർകൂട കാണിക്കാർ ട്രസ്റ്റ് പറയുന്നത്. ഇതുവരെ പുരുഷന്മാർക്ക് മാത്രം യാത്രയ്ക്ക് അനുമതി ഉണ്ടായിരുന്ന അഗസ്ത്യാർ വന സന്ദർശനം യുവതികൾക്ക് കൂടി പ്രാപ്യമായത് ഈ വർഷമാണ്. വിലക്കപ്പെട്ട കൊടുമുടി താണ്ടാൻ പെൺകൂട്ടങ്ങൾ ഒരുങ്ങുകയാണ്. വനത്തിന്റെ വന്യസൗന്ദര്യം നുകരാൻ ഇന്നോളം അനുവാദമില്ലായിരുന്ന പെൺശരീരങ്ങൾക്ക് മുന്നിൽ ഇനി വേലിക്കെട്ടുകളില്ല. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ട 10 പെണ്ണുങ്ങൾ കഴിഞ്ഞ 3 വർഷമായി സ്വപ്നം കണ്ട ആഗ്രഹമാണ് സാഫല്യത്തിലേക്ക് എത്തുന്നത്. അഗസ്ത്യാർകൂടം യാത്രയ്ക്കായി ഇവർ പലതവണ ശ്രമിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വനം വകുപ്പ് ഇതുവരെ ഇവരുടെ ആവശ്യത്തെ നിരാകരിച്ചു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധിയുമായിട്ടാണിവർ ഇത്തവണത്തെ അഗസ്ത്യാർകൂട യാത്രയ്ക്കൊരുക്കുന്നത്. യാത്രകൾ ജീവിതവ്രതമാക്കിയ ഷൈനി രാജ്കുമാർ, സഖി വിമൻ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർ രജിത, മെഡിക്കൽ കോളേജ് ജീവനക്കാരിയായ മീന, അഭിഭാഷകയായ ഷേർലി എന്നിവരടങ്ങുന്ന ഒരു സംഘം യുവതികളാണ് യാത്ര തിരിക്കുന്നത്. ഈ 13 കിലോമീറ്റർ നടക്കണം കാട്ടിൽ കൂടെ, അതിനുശേഷം 6 കിലോമീറ്റർ സ്റ്റീപ്പായിട്ട് കയറണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ഥിരം ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഫിറ്റ് ആവേണ്ടിയിരിക്കുന്നു. അതിനുള്ള എക്സസൈസുകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ കണ്ട് ആസ്വദിക്കുന്ന കാഴ്ചകൾ സ്ത്രീകൾക്കും ആസ്വദിക്കണം, കാണണം, അവിടെ എത്തണം. ഇതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്, മറ്റൊന്നുമില്ല. ഞങ്ങളെ തടഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരും പോകണ്ട, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും അവിടെ അങ്ങ് സ്റ്റേ ചെയ്യാം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ 4 വർഷം കൊണ്ടുള്ള പൊരുതി നേടിയിട്ടുള്ള ഒരു വിജയമാണിത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്തവണ അഗസ്ത്യകൂടം കയറണം. എന്നാൽ ബ്രഹ്മചാരിയായ അഗസ്ത്യമുനിയുടെ സാന്നിധ്യമുള്ള വനത്തിൽ യുവതികൾ കയറാൻ പാടില്ലെന്നാണ് കാണി സമുദായം പറയുന്നത്. ഏത് കോടതിയിൽ നിന്ന് അനുവാദം കൊടുത്തിരുന്നാലും ഞങ്ങൾ തടുക്കും. 50 വയസ്സ് തികയാത്തവരവിടെ വന്നാൽ നമ്മൾ തടയുക, അതിന് യാതൊരു മാറ്റവുമില്ല. കാണിക്കാതെ തന്നെ തടയും. നമ്മൾ അതിന്റെ അകത്ത് കിടക്കുന്നവരും അതിന്റെ അകത്ത് കയറി പോകണില്ല. 55 വയസ്സായ പെണ്ണുങ്ങൾ പോലെ അഗസ്ത്യരടുത്ത് പോകണില്ല. എന്നിട്ട് ഈ നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് തന്നെ എന്ത് തടയും, കറക്റ്റായി തടയും. നിബിഡ വനവും കാട്ടരുവിയും ചെങ്കുത്തായ പാറക്കെട്ടുകളുമുള്ള അഗസ്ത്യാർ വനത്തിൽ യുവതികൾക്ക് മാത്രമായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാനാവില്ലെന്നതാണ് വനം വകുപ്പിന്റെ നിലപാട്. ജനുവരി 15 തുടങ്ങി മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന അഗസ്ത്യാർകൂട സന്ദർശനത്തിൽ ഇത്തവണ യുവതികൾ കൂടി ചേരുന്നതോടെ ചരിത്ര സംഭവമായി മാറും. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.